ആരോപണം അനിൽ ആന്റണി നിഷേധിച്ചിരിക്കുകയാണ്. അനിൽ ആന്റണിക്ക് നിഷേധിക്കാനല്ലേ പറ്റുള്ളൂ വായും കൊണ്ട്. അനിൽ ആന്റണിയെ ഞാൻ വിളിക്കുന്നു ഒരു സംവാദത്തിന്. 38 വയസ്സായ ചെറുപ്പക്കാരൻ 50 വയസ്സായ ചെറുപ്പക്കാരൻ വിളിക്കുന്നു പത്തനംതിട്ടയിൽ. എൻ്റെ ചെലവിൽ അനിൽ ആന്റണി തയ്യാറാണെങ്കിൽ മാതൃഭൂമി ന്യൂസ് ചാനൽ അതിന് ടൈം ഫിക്സ് ചെയ്യും, ഞാൻ തെളിയിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ അനിൽ ആന്റണി വാങ്ങി. അത് വാങ്ങിയ കാലഘട്ടം അങ്ങേര് തന്നെ പറഞ്ഞ് ഞാൻ അങ്ങേരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തെന്ന്. എന്നെപ്പോലത്തെ ഒരാൾ, എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ല, അങ്ങേര് തന്നെ പറഞ്ഞു. എന്നെപ്പോലത്തെ ക്രെഡിബിൾ അല്ലാത്ത ഒരാളെ എന്തിനാ അങ്ങേര് ബന്ധപ്പെടാൻ ശ്രമിച്ച്? അങ്ങേര് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ബന്ധപ്പെട്ടെന്നും എന്നെ കണ്ടിട്ടെന്നും. എനിക്ക് അനിൽ ആന്റണി എല്ലാ ദിവസവും പോയി കാണേണ്ട ആവശ്യമില്ല. ഈ കുടിയേറ്റക്കാരെ BJP സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ അപകടമാണ്. ഇനി BJPയുടെ ഒരു തീപ്പൊരി നേതാവ് ഇപ്പം സ്ഥാനാർത്ഥിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിച്ച് ഭൂമി തരാമെന്ന് ഞാൻ ചെന്നപ്പോൾ 2 പേരോട് മുമ്പ് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. ആ തീപ്പൊരി നേതാവിനെ കുറിച്ച് ഞാൻ പറയും. എനിക്ക് BJPയുടെ എതിർപ്പല്ല, എനിക്ക് NDAയുടെ എതിർപ്പല്ല, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധമില്ല ഇപ്പം. പക്ഷെ കാര്യങ്ങളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അനിൽ ആന്റണി ഞാൻ വെല്ലുവിളിക്കുന്നു. ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അനിൽ ആന്റണിയും PJ തോമസും ആൻഡ്രോ എന്ന് പറഞ്ഞ സിൻഡിക്കറ്റാണ് ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തിയിരുന്നത്. ഇപ്പം ആ കച്ചവടത്തിന് സ്കോപ്പ് ഇല്ലാണ്ടപ്പോൾ NDA കച്ചവടം നടത്താനായിട്ട് NDAയുടെ ഭാഗമായി. താങ്കൾക്ക് ഇങ്ങനെ വാക്കാൽ ഇതൊക്കെ പറയുന്നു, പക്ഷെ ഇതിന് എന്താണ് തെളിവ്? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അനിൽ ആന്റണി നിഷേധിച്ചാൽ ഞാൻ തെളിയിക്കേണ്ടി വരും. നിഷേധിച്ചെങ്കിൽ ഞാൻ തെളിവ് അടുത്ത ദിവസം പറയും. പിന്നെ എനിക്ക് പണം വാങ്ങാൻ തിരിച്ചു തരാനായിട്ട് PJ കുര്യനും VT തോമസും അദ്ദേഹം മരിച്ചുപോയി ഇടപെട്ടു. ഇന്ന് അങ്ങനെ തന്നെ പറഞ്ഞല്ലോ PJ കുര്യനോട് ചോദിക്കുന്നത്. PJ കുര്യൻ ഇടനിലക്കാരനെ എന്താണ് എൻ്റെ പണം തിരിച്ചു തന്നത്? എനിക്ക് കടം വാങ്ങിയ പണം തിരിച്ചു തരാൻ PJ കുര്യൻ അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ. ഞാൻ ഈ വിഷയം ആദ്യം ചെന്ന് പറയുന്നത് PJ കുര്യനോടാണ്. കാരണം ആന്റണിയുടെ സന്തത സഹചാരിയാണ് PJ കുര്യൻ. അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത്, പ്രസിഡന്റിനെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങളുടെ പണം തരൂ. എൻ്റെ മുമ്പിലിരുന്ന് അദ്ദേഹം ലൗഡാക്കി ഫോണിൽ അനിൽ ആന്റണി വിളിച്ചു. നീ ഇന്നാൾക്ക് പണം കൊടുക്കാനുണ്ടോ? ഉണ്ട്, കൊടുക്ക്. എപ്പോൾ കൊടുക്കും? എന്തിനു മേടിച്ച്? പറഞ്ഞ് ജോർജ് അന്നത്തെ ആഭ്യന്തരമന്ത്രി കർണാടകയില, അദ്ദേഹം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. എന്നിട്ടും തന്നില്ല. ഞാൻ ഈ വിഷയം PT തോമസിനോട് പറഞ്ഞു. PT തോമസ് ഗൗരവ സ്വഭാവത്തോട് ആന്റണിയോട് സംസാരിച്ചു എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എൻ്റെ പണം തന്നു. വലിയൊരു ഇടനിലക്കാരനായിരുന്നു ആന്റണി. എന്നെ ദല്ലാൾ നന്ദകുമാർ എന്നല്ലേ വിളിക്കുന്നത്. സൂപ്പർ ദല്ലാള് ഡൽഹിയിലാ. ആളുകളെ, അതായത് ഡിഫൻസ് മിനിസ്റ്റർ പദവി UPA 1 2 വിറ്റ് കാശാക്കിയ ഒരു ഇടനിലക്കാരൻ ആണ് അനിൽ ആന്റണി. ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരിക്കൽ പോലും അന്ന് അനിൽ ആന്റണിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു. പറഞ്ഞേക്ക് അതെന്തുകൊണ്ട്? 2014 NDA ഗവൺമെന്റ് വന്നപ്പോൾ ഞാൻ CBI ഡയറക്ടർക്ക് പരാതി കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ കുര്യൻ എന്നെ തടഞ്ഞ് എൻ്റെ പണം തന്ന്. പിന്നെ എൻ്റെ കേസിന് പ്രാധാന്യമില്ല. അല്ലെങ്കിൽ ഞാൻ NDA ഗവൺമെന്റിൽ എൻ്റെ പരാതി വന്നേനെ. അന്ന് തൊട്ട് അയാൾ പേടിക്കുന്നുണ്ട് ഇതിനാ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറയട്ടെ. അനിൽ ആന്റണി വരട്ടെ. പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെച്ച് ഞാൻ പ്രൂവ് ചെയ്യാം. താങ്കൾ പറഞ്ഞത് ഒരു അഭിഭാഷകന് വേണ്ടിയിട്ടാണ് 25 ലക്ഷം രൂപ കൊടുത്തതെന്ന് പറയുന്നു. ആ അഭിഭാഷകൻ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? രംഗത്ത് വന്ന ആ അഭിഭാഷകൻ എൻ്റെ വക്കീലാണ്. എൻ്റെ കേസ് നടത്തിയ വക്കീലിന് എംപാനൽ ലിസ്റ്റിൽ വന്നു, ഒരാളല്ല. അതിനകത്ത് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വന്ന ആളാണ്. എന്തുകൊണ്ട് നിയമനം നടക്കുന്നില്ല? അയാൾക്ക് വേണ്ടി ഞാനല്ലേ മുടക്കിയത്. എൻ്റെ അക്കൗണ്ടോട് പൈസയാണ്, അല്ലാണ്ട് അന്ന് ബാങ്കിൽ വിഡ്രോവൽ ചെയ്യുന്നതിന് സീലിംഗ് ഇല്ല. അയാൾക്ക് വേണ്ടി താങ്കളാണ് കാശ് കൊടുത്തത്. താങ്കളുടെ കാശ് കൊടുത്തത് എൻ്റെ മണം, എൻ്റെ വക്കീല്, അല്ലാണ്ട് ഞാൻ അന്യനൊന്നും വേണ്ടിയില്ല. എൻ്റെ കേസ് നടത്തുന്ന വക്കീലിന് വേണ്ടി ഒരാവശ്യം വന്നപ്പോൾ ഞാൻ പണം കൊടുത്തു. അന്ന് ഇതുപോലെ വിഡ്രോ ക്യാഷിന് സീലിംഗ് ഇല്ല. പിന്നെ സ്വന്തം സൃഷ്ടികർത്താവിനെ, പിതാവിനെ തള്ളി പറഞ്ഞ മനുഷ്യനാണ് അനിൽ ആന്റണി. സ്വന്തം ആ AK ആന്റണി എന്നുള്ള ഗ്ലാമർ പരിവേഷത്തിലാണ് ഇത്രയും കാലം അയാൾ ജീവിച്ചത്. ഡൽഹിയിൽ അയാൾ ഫോട്ടോസ്റ്റാറ്റ് വിറ്റത്. അല്ലാണ്ട് അനിൽ ആന്റണിക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ല, ഒരു ക്രെഡിബിലിറ്റി ഇല്ല. തെളിവുകളൊക്കെ എവിടെ വെച്ചേക്കുന്നത്? അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്, തെളിയിച്ചിരിക്കും. നിങ്ങൾ PJ കുര്യനോട് ചോദിക്കുക, എനിക്ക് ഈ പൈസ മേടിക്കാൻ അധികം ഇടപെട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ, ഡെപ്യൂട്ടി ചെയർമാൻ എന്നെ അറിയില്ല, ഏതോ ആന്റി സോഷ്യൽ എലിമെന്റ്സ് ആണെന്ന് പറഞ്ഞാൽ, പിന്നെ നമുക്ക് കഥ മാറും. തീർച്ചയായിട്ടും ആ കഥ എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. PJ കുര്യൻ ഇക്കാര്യത്തിൽ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിക്കഴിഞ്ഞാൽ തെളിവുകൾ പിന്നാലെ വരുമെന്നാണ് നന്ദകുമാർ ഉറപ്പിച്ചു പറയുന്നത്. വേണുവിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.